طلابي مرحبا إلى فصل جديد للصف العاشر. فأنتم فهمتم عن الأخبار العاجلة والمناقشة عن تغير المناخ. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അതിന്റെ ഒരു മുനാഖഷ അല്ലെ, ഉർഫത്തുൽ ആറ. പിന്നെ അതിന്റെ ശേഷം അവസാനം നമ്മൾ അൽ അഖ്ബാറുൽ ആജിലയെ കുറിച്ച് പറഞ്ഞിരുന്നു. മാഹിയ അഖ്ബാറുൽ ആജില, ബ്രേക്കിംഗ് ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസുകൾ കണ്ടെത്തണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ അതൊരു ആക്ടിവിറ്റി ആയിട്ടുണ്ട്. നജ്മ അഖ്ബാറുൽ ആജില മിനൽ ഖനവാത്തിൽ അറബിയ, അറബിക് ചാനലുകളിൽ നിന്ന് എന്താണ് ബ്രേക്കിംഗ് ന്യൂസുകൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ അറിയാൻ അൽ ജസീറ ചാനൽ അറിയോ? അൽ ജസീറ അതുപോലെയുള്ള അറബിക് ചാനലുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിവിടെ പറഞ്ഞ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അതല്ല എഴുതേണ്ടത് ഇതാണ് അഖ്ബാറുൽ അംസി, ഇന്നലത്തെ ന്യൂസ്. നിങ്ങൾ എപ്പോഴാണ് എഴുതുന്നത് അതിന്റെ തലേദിവസത്തെ ന്യൂസാണ് എഴുതേണ്ടത്. ഇവിടെ കുറച്ച് ന്യൂസ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, അതിന്റെ ട്രാൻസ്ലേഷനും കൂടി കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇവിടെ ഞാൻ ആ ന്യൂസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ന്യൂസ് അപ്ലോഡ് ചെയ്യാം. ഇതില് ഈ ന്യൂസ് ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാണ്. അൽ ജസീറയിലെ ഒരു ന്യൂസാണ്, അൽ ജസീറ. അപ്പൊ അതിന്റെ സോഴ്സും കൂടി കാണിക്കാം. ഇതാണ് ന്യൂസ്. എന്താണ് ആജിൽ? ആജിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ്. മസ്ദറും ബി മുസ്തഷ്ഫ ഷിഫ ഇർതിഫാഉ അദദി ശുഹദാ ഇലാ 9 ഇസ്ര ഖസ്ബിൻ ഇസ്രായേലി ലിമദ്രസത്തിൻ തഅവി നാസിഹീന ബിഹൈ ഷെയ്ഖ് റിദ്വാൻ ബിമദീനത്തി ഗസ. എ സോഴ്സ് അറ്റ് അൽ ഷിഫ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ അൽ ഷിഫ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്യുന്നു. The number of martyrs has risen to 9 following an Israeli bombing a school housing displaced people in the Sheikh Ridwan neighborhood of the Gaza city. മലയാളം കാണാൻ അതിന്റെ വേണമെങ്കിൽ ഇത് കണ്ടോ. ഗസ നഗരത്തിലെ ഷെയ്ഖ് റിദ്വാൻ പരിസരത്ത് കുടിയിറക്കപ്പെട്ട ആളുകളെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു സ്കൂളിന് നേരെ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നതായി അൽ ഷിഫ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അതാണ് അതിന്റെ മലയാളത്തിൽ നമ്മൾ കാണുമ്പോൾ ന്യൂസ് വരിക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ അൽ ജസീറ ന്യൂസ് കാണിക്കാം. ഇത് അൽ ജസീറ ന്യൂസ് ആണ്. على مدير الوكالة الدولية ഒരാൾ സംസാരിക്കുന്നത് അറബിയിൽ പറയണം. ഇതിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. അൽ മുതഹദ്ദിസ് ബിസ്മിൽ ഖാരിജിയ്യത്തിൽ ഇറാനിയ്യ ലിൽ ജസീറ ഇതുപോലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. അതിന്റെ ആശയം കൂടി മനസ്സിലാക്കുക, ട്രാൻസ്ലേറ്റ്. ഓക്കെ, അതാണ് അൽ ഖനവാത്തുൽ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി. അൽ അഖ്ബാറുൽ അംസിൽ ആജില മിനൽ ഖനവാത്തിൽ അറബിയ്യ. ഓക്കെ, മലയാള ന്യൂസ് ഒന്നും ഇതുപോലെ എടുക്കാം. മലയാളത്തിലെ ചാനൽ നോക്കിയിട്ട് അതിനെ ട്രാൻസ്ലേറ്ററിൽ അറബിക്കാക്കാം. നമുക്ക് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇപ്പോ ഇത് മീഡിയ നോക്കട്ടെ. സ്കിപ്പ് ചെയ്യാം. ഉണ്ടായില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മേയർ രാജിവെക്കണമെന്ന ആവശ്യവും അറിയാവുന്ന പോലെ തൃശൂർ LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. വളരെ നാരോ ഭൂരിപക്ഷത്തിലാണ് LDF ഇവിടെ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. ബി ജെ പി അംഗങ്ങളുള്ള പിന്തുണയുള്ള നഗരം കൂടിയാണ് തൃശൂർ നഗരം. അതുകൊണ്ട് ഈ ന്യൂസ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ന്യൂസുകൾ, ബ്രേക്കിംഗ് ന്യൂസ്, അൽ അഖ്ബാറുൽ ആജില മക്കൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അതിനുശേഷം ഹുനാക് അൽ മുനാഖഷ തസ്തമിർ, നമ്മുടെ എന്ത് ചെയ്യാണ് ചർച്ച, ഉർഫത്തുൽ ആറായിന്റെ ചർച്ച. എന്താണ് മുനാഖഷത്തുൽ ഖനാത്ത്, ചാനൽ ചർച്ച തുടരുകയാണ്. അപ്പോ അവസാനം ആരോടെ ചോദിച്ചത്? നർജു എന്താണ് അയ്യുൽ ഉസ്താദ് ജോൺ ജോസഫ് ലിതഗയ്യുറാത്തിൽ മുനാഖ അസറുൻ ബാലിഗ്. അദ്ദേഹം പറഞ്ഞു അല്ലെ, മുഖദ്ദിം പറഞ്ഞു, ആങ്കർ പറഞ്ഞു ലിതഗയ്യുറാത്തിൽ മുനാഖി അസറുൻ ബാലിഗ്, ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ സ്വാധീനമുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ താങ്കൾക്ക് അറിയാമോ എന്ന് പറയാം. അപ്പോ ഖാല ജോൺ ജോസഫ് പറയുന്നു, മാതാ ലിതഗയ്യുറാത്തിൽ മുനാഖ് തഅസീറാത്തുൻ ഖതീറ ഫിൽ ബിഅ. ലിതഗയ്യുറാത്ത്, ക്ലൈമറ്റ് ചേഞ്ചിനുണ്ട് തഅസീറാത്ത്, വലിയ സ്വാധീനം. ഖതീറ എന്താണ്? അപകടകരമായ ഫിൽ ബിഅ,
പ്രകൃതിയിൽ അപകടകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ സിറാത്ത് കോൺസിക്വൻസസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? അവലൻ സതർഫഉ ദറജാത്തുൽ ഹറാറ, എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടും. ദറജാത്തുൽ ഹറാറ ടെമ്പറേച്ചർ കൂടുമ്പോൾ തസീദുൽ ജഫാഫ്, ജഫാഫ് ഡ്രോട്ട്, അതായത് വരൾച്ച കൂടും. വൽഖഹ്ത് ക്ഷാമം, എല്ലാത്തിനും ക്ഷാമം ഉണ്ടാകും. നശിപ്പിക്കും. നിദാമൽ ഹയാത്ത്, സിസ്റ്റം ഓഫ് ലൈഫ്, ജീവിത വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കും. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അല്ലേ? ഫഖാല അൽ മുഖദ്ദിം പറയും നഅം. അത് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിൽ യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ്. നഅം ബയാനുക വാദിഹ്. നഅം, അതെ, ബയാനുക വാദിഹ്. ബയാനുക്, താങ്കളുടെ എന്താണ് വിവരണം വ്യക്തമാണ്. താങ്കൾ പറഞ്ഞത് ചാനൽ ചർച്ചയിൽ കണ്ടിട്ടില്ല ഇങ്ങനെ? താങ്കൾ പറഞ്ഞത് വ്യക്തമാണ് എന്ന് പറയില്ല, അതാണ് ബയാനുക വാദിഹ്. ബയാനു, താങ്കളുടെ വിശദീകരണം, വാദിഹ്, ക്ലിയർ ആണ്. യാ ദക്തൂർ മുനാ മറിയം സുമ്മ എന്ന മുഖദ്ദിം എന്താണ് വേറെ ആളെ വിളിക്കുകയാണ്. യാ മുനാ മറിയം, ഡോക്ടർ മുനാ മറിയം, മാ ഹല്ലു ഹാദിഹിൽ മുഷ്കില, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദീസ് പ്രോബ്ലംസ്? ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ഹല്ല്, സൊല്യൂഷൻ എന്താണ്? അപ്പൊ ഖാല ദക്തൂറ മുനാ മറിയം ഹാദ അംറുൻ ഹാം, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാദ അംറുൻ, അംർ കാര്യം, ഹാം ഇമ്പോർട്ടന്റ്. യജിബു അല ജമീഅ ദുവൽ, യജിബു അല ജമീഅ ദുവൽ, യജിബു അല അനിവാര്യമാണ്. എന്താണ്? അല ജമീഅ ദുവൽ, എല്ലാ രാഷ്ട്രങ്ങളുടെ മേലും. ജമീ എന്ന് പറഞ്ഞാൽ ഓൾ, ദുവൽ നേഷൻസ്. എന്ത് ചെയ്യണം? രാഷ്ട്രങ്ങളുടെ മേൽ അനിവാര്യമാണ്. എന്തനിവാര്യമാണ്? അൽ ഖിയാം, നിർവഹിക്കണം. അപ്പൊ എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യണം? തൗഇയ, ബോധവൽക്കരണം. വൻ നശാത്താത്തിൽ ലാസിമ, അനിവാര്യമായ ആക്ടിവിറ്റീസ്, നശാത്താത്ത് ആക്ടിവിറ്റീസ്, നടപടികൾ എന്നർത്ഥം. എന്തൊക്കെ നടപടി? മിസ്ല തഷ്ജീർ, എന്താണ് ഫോറസ്റ്റിഫിക്കേഷൻ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ വൽ മുഹാഫള, കീപ് അലൽ ബിഅ, വൽ മുഹാഫളത്തു അലൽ ബിഅ, പ്രകൃതിയെ സംരക്ഷിക്കുക. മിന തൽവീസ്, മിൻ പൊല്യൂഷൻ, തൽവീസ് പൊല്യൂഷൻ, പൊല്യൂഷനിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്ന വെച്ചുപിടിപ്പിക്കുന്നത് പോലുള്ള നിർബന്ധമായ പ്രവൃത്തികളും അതുപോലെ ബോധവൽക്കരണവും എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ഖാലത്ത് മുനാ മറിയം. തബഅൻ, തീർച്ചയായും, ഷുവർ. നഅമൽ ലി ഇസ്ലാഹിൽ അർള്, നഅമൽ മാദാ, നഅമൽ, ലെറ്റ്സ് ഡു, ലി ഇസ്ലാഹ്, എന്താണ്? ലി ഇസ്ലാഹ്, നന്നാക്കുവാൻ, അൽ അർള്, ഭൂമിയെ നന്നാക്കുവാനും, വൽ ബിഅ, പ്രകൃതിയെയും ഭൂമിയെയും ഇസ്ലാഹ് ചെയ്യുവാൻ, നന്നാക്കാനുള്ള നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറയാം. പിന്നെ അവസാനം അനൽ മുഖദ്ദിം യഖ്തതിം, അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അഅ്തദിർ, ക്ഷമ ചോദിക്കുന്നു, അല്ലെ? അവസാനം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത്, പെട്ടെന്ന് തീർക്കണം, പരിപാടി തീർക്കണം. അഅ്തദ് മിനൽ ദുയൂഫിൽ ഖിറാം, സോറി ഫോർ ഡിയർ ദുയൂഫിൽ ഖിറാം, ഡിയർ ഗസ്റ്റ്, ഐ എം സോറി. അഅ്തദിർ എന്ന് പറഞ്ഞാൽ ഐ ആം സോറി. മിനൽ ദുയൂഫിൽ ഖിറാം, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്തുകൊണ്ട്? അല ഇന്തിഹാ, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്തിഹാ, കൺക്ലൂഡ്. അല ഇന്തിഹാ അൽ മുനാഖഷ, ഈ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്ന എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. വഖ്തിതാമി ഗുർഫത്തിൽ ആറ, ഈ പ്രോഗ്രാം എന്താണ്? വൈൻഡ് അപ്പ് ചെയ്യുക. ഇഖ്തിതാം, വൈൻഡ് അപ്പ്. ശുക്രൻ, താങ്ക് യു എന്ന് പറയും. ഓക്കെ, അപ്പൊ എല്ലാവരോടും അങ്ങനെ പറഞ്ഞ് നമ്മുടെ എന്തവസാനിച്ചു? മുനാഖഷ അവസാനിച്ചു. وهناك بعض الأسئلة نناقش، هيا نناقش، let's discuss. ما المقصود بتغير المناخ؟ عليكم أن تجيبوا. നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. ما المقصود بتغير المناخ? നിങ്ങൾ ഈ ചാനൽ ചർച്ച കേട്ടല്ലോ. അപ്പോ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? قالت ضيف أو قال ضيف في هذه المناقشة. ഈ ലൈഫ് ഇതിലൊരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞില്ലേ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്താന്ന് പറഞ്ഞില്ലേ? എവിടെയെന്ന് പറയൂ?
അവിടെ നമ്മളെ മുഖദ്ദിം ചോദിക്കുന്നുണ്ട്, നർജുമിൻക കലിമാത്തിൻ മൂജസ അനിൽ മുറാദ് ബി തഗയ്യുറുൽ മുനാഖ്. തഗയ്യുറുൽ മുനാഖ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നത്. അപ്പൊ ആരാ പറഞ്ഞത്? ഖാലത്ത് മുനാ മറിയം, അദ്ദക്തൂറ മുനാ മറിയം. തഗയ്യുറുൽ മുനാഖ് യുഹദ്ദിദു ഖിയാമൽ ഹയവാനാത്ത്. അതല്ല, ഫഹുവ തഹവുലാത്തുൻ ത്വവീലത്തുൽ അമദ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചേഞ്ചസ് ആണ്. ഫി ദറജാത്തിൽ ഹറാറ, ഏതാ ടെമ്പറേച്ചർ, വ അൻമാത്ത് തഖസ്, ക്ലൈമറ്റിന്റെ മാറ്റങ്ങൾ, അല കൗക്കബിൽ അർള്, ഭൂമിയിൽ. അല്ലെ? അപ്പോ ഇതാണ് ഉത്തരം. തഹവുലാത്തുൻ ഫഹുവ തഹവുലാത്തുൻ ത്വവീല, അല്ലെങ്കിൽ തഗയ്യുറുൽ മുനാഖ് ഹുവ തഹവുലാത്തുൻ ത്വവീലത്തുൽ അമദ് في درجات الحرارة وأنماط الطقس على كوكب الأرض. فهذا هو الجواب. ثم السؤال الثاني، عندما ചോദ്യം, ما أسباب تغير المناخ وما أضراره. എന്താണ് തഗയ്യുറുൽ മുനാഖിന്റെ കാരണങ്ങൾ, റീസൺസ് എന്താണ്? അതും പറയുന്നുണ്ടല്ലോ ഒരാള്. من قالت وهناك قالت رنا كريمة. أسباب بيئية مثل البركان والفيضان وحريق الغابة وغيرها، وأسباب بكسب أيدي الإنسان مثل التلويث وإزالة الغابات والجبال واستخدام البلاستيك والنفط بلا حدود. ഇതിന്റെയൊക്കെ ആശയം ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. മക്കളെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ SSLC അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. പഴയ ക്ലാസ്സുകൾ എല്ലാം, അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മറ്റു കാര്യങ്ങള്, നോട്ട്സ് എല്ലാം ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഉത്തരം വരിക. അസ്ബാബും ബിഇയ്യ മിസ്ലൽ ബുർകാൻ വൽ ഫയളാൻ വഹരീഖുൽ ഗാബ, അവസാനം വരെ. ثم هناك السؤال الثالث. പിന്നെ അതിലൊരു ചോദ്യം കൊണ്ട്, വമാ അദ്റാറുഹു, തഗയ്യുറുൽ മുനാഖിന്റെ എന്താണ് ദോഷം, എന്താണ് നമുക്ക് ഇതിലെ റനാക്രമി പറഞ്ഞു തന്നെ വാക്ക് കൊടുക്കാം. തഗയ്യുറുൽ മുനാഖ് യുഹദ്ദിദു ഖിയാമൽ ഹയവാനാത്ത്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. അത് കൊടുക്കാം അല്ലെ? ثم السؤال الرابع, നാലാമത്തെ ചോദ്യം, كيف نواجه هذه المشكلة. ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? അവസാനം പറഞ്ഞു അല്ലെ? എങ്ങനെയാ? അവിടെ പറയുന്നില്ല. ഖാലത്ത് മുനാ മറിയം അൽ ഖിയാം, അല്ലെ? നുവാജിഹു ഹാദിഹിൽ മുഷ്കില ബിത്തൗഇയ, ബോധവൽക്കരണത്തിലൂടെ. والنشاطات اللازمة مثل التشجير والمحافظة على البيئة من التلويث. അപ്പോ എങ്ങനെ കൊടുക്കണം? نواجه هذه المشكلة بالتوعية والنشاطات اللازمة مثل التشجير والمحافظة على البيئة من التلويث. ثم السؤال الرابع, നാലാമത്തെ ചോദ്യം, ما تأثيرات تغير المناخ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് അത് പറയുന്നുണ്ടല്ലോ. لتغيرات المناخ تأثيرات خطيرة في البيئة سترفع درجات الحرارة وتصيب الجفاف والقحط وتفسد نظام الحياة. لا. ثم هناك نشاط آخر، نراجع النص ونعد مذكرة عن تغير المناخ. عليكم أن تكتبوا مذكرة. ماذا مذكرة نوت. لا നോട്ട് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മള് ഫഅൻതും അജബ്തും ലിഹാദിഹിൽ സുആലിൽ അർബഅ ഫഹാദിഹി ഹിയ മുദക്കിറ. ഈ 4 ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ ഇതിന്റെ മുദക്കിറും കിട്ടും അല്ലേ? നമുക്ക് ഇതിലെ പാഠഭാഗത്ത് തന്നെ എടുക്കാമല്ലോ. ആദ്യം മുതൽ ഏതാ പറയുന്നത്? ഇതിലെ ആദ്യത്തെ വാക്ക് തന്നെ തഗയ്യുറുൽ മുനാഖിനെ കുറിച്ചാണ്. തഗയ്യുറുൽ മുനാഖ്, ഇത് ഈ ഫാന്റെ കാര്യം ഈ ഫുള്ള് വരെ എഴുതാം. ഇതൊരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്നില്ലേ? പിന്നെ അതുപോലെ ഈ പാരഗ്രാഫ് ഫുള്ളായിട്ട് എഴുതാം അല്ലെ? ഇതൊക്കെ മുദക്കിറയായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എഴുതാം, ഈ പാരഗ്രാഫ് എഴുതാം. സുമ്മ എന്താണ് ഹല്ലു ഹാദിഹിൽ മുഷ്കിലാത്ത് എന്നുള്ളത് അൽ ഖിയാം ബിത്തൗഇയ വന്നശാതാത്ത് മിസ്ല തർശീബ് വൽ മുഹാഫദ അൽ ബിഅത്ത് വത്തൽബീസ്, ഇത്ര എഴുതിയിട്ട് എന്താണ് മുദക്കിറ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ പാഠഭാഗത്തിലെ വാക്കുകൾ തന്നെ, ഈ ചോദ്യങ്ങൾ തന്നെയാണ് ശരിക്ക് ഈ മുദക്കിറയുടെ ഉത്തരമായിട്ട് വരുന്നത്. ഫഹംതും? നഅം. ثم هناك نراجع النص ونكتشف أسماء المشاركين في غرفة الآراء.
ഗുർഫത്തുൽ ആറ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ പേരും അവരുടെ ഡെസിഗ്നേഷനും കണ്ടെത്താനാണ്. ദക്തൂറ മുനാമറിയം ആരാ? നാഷിത ബിഇയ. ഫമൻ ഹുവ സാനി, രണ്ടാമത്തെ ആൾ ആരാണ്? നാഷിത്തുൻ ബിഇയ. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലെ, ആരൊക്കെയാണ്? അൽ ഉസ്താദ് റന കരീമ ബാഹിസത്തുൻ ഫി തൈസിറാത്ത് തഗയ്യുറുൽ മുനാഖ്. വസാനി രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആള് ദക്തൂറ മുനാമറിയ നാഷിത ബിഇയ, അതവിടെ താഴെയുണ്ട്. വൽ ഉസ്താദ് ജോൺ ജോസഫ് ശേഷം റഈസുൽ ഖിസ്മുൽ ജുഗ്റാഫിയ ഫി ജാമിഅത്തുൽ ഉലൂം. കേട്ടോ, അപ്പൊ ആദ്യം അൽ ഉസ്താദ് റന കരീമ പേരെഴുതുക, അതിനുശേഷം അവരുടെ ഡെസിഗ്നേഷൻ ആണ് ബാഹിസ, ഗവേഷകയാണ്. പിന്നെ ഉസ്താദ് ജോൺ ജോസഫ്, അയാളുടെ ഡെസിഗ്നേഷൻ റഈസുൽ ഖിസ്മുൽ ജുഗ്റാഫിയ ഫി ജാമിഅത്തുൽ ഉലൂം. അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇവിടെ ഓരോന്നും ഇവിടെ എഴുതി കൊടുക്കണം. ഫഹംതും? ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൂടിയുണ്ട്. നഖ്റ വനഫ്ഹം. നഖ്റ വനഫ്ഹം. വഹാദാ തഹ്ദീറുൻ ആജിൽ. മാദാ തഹ്ദീറുൻ ആജിൽ? ഒരു മുന്നറിയിപ്പ് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ന്യൂസുകൾ ഇങ്ങനെ നമ്മൾ ഇതിലൊക്കെ വരാറുണ്ട്. എന്താണ്? തുവജ്ജിഹുൽ ഹുകൂമ ഇലാ സുക്കാനി മനാതിഖി അസ്സിയാഹിയ. തുവജ്ജിഹുൽ ഹുകൂമ, തുവജ്ജിഹു മുന്നറിയിപ്പ് നൽകുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നു. തുവജ്ജിഹുൽ ഹുകൂമ ഇലാ സുക്കാനിൽ മനാതിഖ്. സുക്കാൻ സാക്കിൻ ജമ സുക്കാൻ, താമസ. അൽ മനാതിഖ് സാഹിലിയ, തീരദേശത്ത് താമസിക്കുന്നവർ, അതാണ് സുക്കാനുൽ മനാതിഖ് സാഹിലിയ. തീരദേശത്ത് താമസിക്കുന്നവർ, അവർക്കൊരു തഹ്ദീർ, മുന്നറിയിപ്പ്. തഹ്ദീർ ആജിൽ, അടിയന്തര മുന്നറിയിപ്പ്. കേട്ടോ, തഹ്ദീറൻ അൻ ഹുതൂലി അംതാലിൻ ഗസീറ, ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അല്ലെ, തീരദേശത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകുന്നു. വദാലിക ഏത്? ഈ തഹ്ദീർ അല്ലെങ്കിൽ ഹുതൂൽ അംതാലിൻ ഗസീറ, കനത്ത മഴ. ദാലിക ഇബ്തിദാഅൻ മിൻ മസാഇൽ യൗം, ഇന്ന് വൈകിട്ട് മുതൽ ആണ്. വനർജു മിനൽ ജമീഅ, എല്ലാവരുടെയും നാം പ്രതീക്ഷിക്കുന്നു. അഖ്ദുൽ ഹീത, എല്ലാവരും മുൻകരുതൽ എടുക്കണമെന്ന് എന്താണ് താല്പര്യപ്പെടുന്നു എന്നാണ്. ആണോ? ഇതുപോലെ നിങ്ങൾ പത്രത്തിലൊക്കെ എന്ത് വന്നിട്ടുണ്ടാവും? അടിയന്തര മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകൾ കാണാറുണ്ട് അല്ലെ. നമുക്കിനി അതുപോലെ ഒരെണ്ണം ഉണ്ടാകണം. നുഇദ്ദു തഹ്ദീറൻ ലിസുക്കാനി സവാഹിൽ വസയ്യാദുൽ അസ്മാക് മിൻ ഹൈജാനിൽ ബഹർ. ആണോ? ഇവിടെ കടല് കയറുകയാണ്, ഹൈജാനിൽ ബഹർ. നുഇദ്ദു തഹ്ദീറൻ, നമ്മളൊരു മുന്നറിയിപ്പ് തയ്യാറാക്കണം. ലിസുക്കാനി സവാഹിൽ, തീരദേശത്തെ ആൾക്ക്. വസയ്യാദുൽ അസ്മാക്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾക്കും. മിൻ ഹൈജാനിൽ ബഹർ, എന്തിനെ കുറിച്ച്? കടൽ കയറ്റം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊക്കെയായിരിക്കും അതിൽ പറയേണ്ടത് അല്ലെ. നമുക്കതൊന്ന് അതിന്റെ മലയാളം ആദ്യം നോക്കാം. വേണ്ട, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരള തീരത്ത് 29 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇങ്ങനെയാണ് ഒരു ന്യൂസ് എന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെ അത് കൈഫ നുഇദ്ദു തഹ്ദീറൻ അറബിയ്യ, ഇങ്ങനെ അറബിയാക്കി മാറ്റും? ഞാനിവിടെ ഒരു തഹ്ദീറാക്കി മാറ്റിയിട്ടുണ്ട്. അത് പക്ഷെ ഗൈറ മുറത്തബിയാണ്, നമ്മളത് ഓർഡറിലല്ല ഉള്ളത് അല്ലെ. എന്താണ്? സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകും എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പൊ മുന്നറിയിപ്പ് നൽകിയെന്നാണ്. ഹദ്ദറത്ത്, മുന്നറിയിപ്പ് നൽകി. ഖിലാല അയ്യാമിൽ ഖംസത്തിൽ മുഖബില, വരുന്ന 5 ദിവസം. മിൻ ഇസ്തിമ്റാർ ഹുതൂലിൽ അംതാരിൽ ഗസീറ, ശക്തമായ മഴ തുടരുമെന്ന് ഹൈഅത്തുൽ അർസാദിൽ ജവ്വിയ, കാലാവസ്ഥാ വകുപ്പ്. ഫിൽ വിലായ, കേരളത്തിൽ. അപ്പൊ എങ്ങനെ പറയണത്? ഹദ്ദറത്ത് മുന്നറിയിപ്പ് നൽകി. ആരാ മുന്നറിയിപ്പ് നൽകിയത്? ഹൈഅത്തുൽ അർസാദിൽ ജവ്വിയ. ഹൈഅത്തുൽ അർസാദിൽ ജവ്വിയ രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് വരും. എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? മിൻ ഇസ്തിമ്റാരി ഹുതൂലിൽ എന്താണ് അംതാരിൽ ഗസീറ, ശക്തമായ മഴ പെയ്യുമെന്ന്. എവിടെ? ഖിലാല അയ്യാമിൽ, അല്ലെങ്കിൽ ഇവിടെ പറയാം ഫിൽ വിലായ. ഈ സെന്റൻസ് വെക്കാം അടുത്ത്, നാലാമത്തെ. ആദ്യം ഹദ്ദറത്ത് ഹൈഅത്തുൽ അർസാദിൽ ജവ്വിയ മിൻ ഇസ്തിമ്റാരി ഹുതൂലിൽ അംതാരിൽ ഗസീറ ഫിൽ വിലായ
ഖിലാൽ അയ്യാമിൽ ഖംസിൽ മുഖ്ബില വരുന്ന എന്ത് ദിവസം? വരുന്ന 5 ദിവസം. ഇനിയുണ്ട്, തെക്കൻ കേരള തീരത്ത് 29 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു, അല്ലെ? അപ്പൊ എങ്ങനെ പറയണം? കമാ അയലനത്ത് അറിയിച്ചു, അലാ തോലി സാഹിൽ കേരള അൽ ജനൂബി, തെക്കൻ കേരള തീരം എന്നാണ്, തീരത്ത് എന്ത്? അന്നഹു ലാ യംബഗി അസ്സമാഹു ബിസ്സൈദ്, മത്സ്യബന്ധനത്തിന് പോകരുത്. ഹത്ത താസിയ വൽ 20 മിൻ ഷഹ്രിൽ അൽ ജാരി, ഈ മാസം 29 വരെ. ഹയ്യത്തുൽ അർസാദിൽ ജവ്വിയ അൽ മർക്കസിയ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ മോളിൽ പറഞ്ഞ പോലെ പറയാം. കൈഫ് കമാ അഅലനത് അറിയിച്ചു, മൻ അഅലനത് ഹയ്യത്തുൽ അർസാദിൽ ജവ്വിയ അൽ മർക്കസിയ അറിയിച്ചു. എന്താ അറിയിച്ചത്? അന്നഹു ലാ യംബഗി അസ്സമാഹു ബിസ്സൈദ്, മത്സ്യബന്ധനത്തിന് പോകരുത്. എവിടെ? അലാ തോലി സാഹിൽ കേരള അൽ ജനൂബി, ഏതുവരെ? ഹത്ത താസി വൽ 20 മിൻ ഷഹ്രിൽ ജാരി. ഇങ്ങനെ എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് തഹ്ദീർ തയ്യാറാക്കാൻ പറ്റും. ഫഹംതും? നഅം. ثم هناك نعد الأخبار العاجلة في المناسبة الآتية. هناك بعض المناسبات عليكم أن تعدوا الأخبار العاجلة, breaking news തയ്യാറാക്കാം. بداية الاختبارات النهائية العامة, പൊതുപരീക്ഷയുടെ തുടക്കം, പൊതുപരീക്ഷ ആരംഭിക്കും. അപ്പോ അതിന്റെ ന്യൂസ് എങ്ങനെയായിരിക്കും? നാളെ ഇത്ര ദിവസം 3-ാം തീയതി മുതൽ പൊതുപരീക്ഷ ആരംഭിക്കും എന്നായിരിക്കും. സുമ ബിദായത്തുൽ മെഹ്റജാൻ മദ്രസി വ മക്കാനും, സ്കൂൾ കലോത്സവം തുടങ്ങുന്നു, അതിന്റെ സ്ഥലവും. റുഇയത്തു ഹിലാൽ റമദാൻ, റമദാൻ എന്താണ്? റമദാൻ തുടങ്ങി എന്നുള്ളത്, റമദാന് ചന്ദ്രപ്പിറവി, റമദാൻ മാസപ്പിറവി എന്നുള്ളത്, അതിനെക്കുറിച്ചും അഖ്ബാർ ആജില ഉണ്ടാക്കും. അപ്പൊ എങ്ങനെ? കൈഫ യകൂനു അൽ അഖ്ബാർ ബിൽ മലയാളമിയ, മലയാളത്തിൽ എങ്ങനെ വരും അത്? നോക്കാം നമുക്ക്. വേണ്ടോ? മാസപ്പിറവി കണ്ടു കേരളത്തിൽ ഞായറാഴ്ച റംസാൻ വിതാരംഭം. ഹിയ അൽ അഖ്ബാർ ആജില. എങ്ങനെയല്ലേ അഖ്ബാറിൽ ബ്രേക്കിംഗ് ന്യൂസ് വരിക? മാസപ്പിറവി കണ്ടു കേരളത്തിൽ ഞായറാഴ്ച റംസാൻ വിതാരംഭം. അപ്പൊ ഇവിടെ നോക്കൂ, ബദഉ സിയാമി റമദാൻ, റമദാൻ മാസം നോമ്പ് തുടങ്ങും. റുഇയത്തുൽ ഹിലാൽ മാസപ്പിറവി, യൗമുൽ അഹദ് ഞായറാഴ്ച, ഈ വിലായത്ത് കേരള, കേരളത്തിൽ. അപ്പൊ ഇതൊരു ഓർഡറിലാക്കണം. കൈഫ? അത് നമ്മൾ മാസപ്പിറവി എന്നാണ് വരിക, അല്ലെ? റുഇയത്തുൽ ഹിലാൽ മാസപ്പിറവി, പിന്നെ അതിനുശേഷം ബദ്ഉ സിയാമി റമദാൻ, റമദാൻ പ്രതാരംഭം തുടങ്ങും. എവിടെ? ഫി വിലായത്ത് കേരള, കേരളത്തിൽ, യൗമുൽ അഹദ് ഞായറാഴ്ച, അല്ലെ? അപ്പൊ റുഇയത്തുൽ ഹിലാൽ, بدء صيام رمضان في ولاية كيرلا يوم الأحد. هذه هي خبر عاجل. അടുത്ത് സ്കൂൾ വാർഷിക പരീക്ഷ മാർച്ച് 13 മുതൽ എന്നായിരിക്കും. എന്ത്? ഒരു മോഡൽ എന്താണ്? വാർഷിക പരീക്ഷ ഉണ്ടാകും. അപ്പൊ എങ്ങനെ പറയാം? അല്ലെ? ഇബ്തിദാഅൻ മിൻ 13 13 മുതൽ ലിൽ മദാരിസ്, സ്കൂളുകളുടെ. മാർച്ച് അൽ ഇഖ്തിബാറത്ത് നിഹായിയ, വാർഷിക പരീക്ഷ. അപ്പോ എങ്ങനെ വരിക? അൽ ഇഖ്തിബാറാത്തു നിഹായിയ, വാർഷിക പരീക്ഷ, ലിൽ മദാരിസ്, സ്കൂൾ വാർഷിക പരീക്ഷ, ഇബ്തിദാഅൻ മിൻ 13 മാർച്ച്, അല്ലെ? 13 മാർച്ചിനാണ് തുടങ്ങുന്നത് അർത്ഥം. ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളത് സെന്റൻസ് ആക്കിയാണ് എഴുതുന്നത്. സുമ്മ സ്കൂൾ കലോത്സവം, അല്ലെ? അതല്ല അടുത്ത് ബിദായത്തുൽ മഹ്റജാൻ മദ്രസി വ മക്കാൻ. കൈഫ് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? കേരള സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ പാലക്കാട്. നിങ്ങൾ പാലക്കാട്ട് എന്നാണ് പറയുക, അല്ലെ? പാലക്കാടാണ് നടക്കുക. അപ്പോ ലി മദാരിസ് കേരള, കേരള സ്കൂളുകളുടെ ജനുവരി 4 മുതൽ 8 ജനുവരി വരെ. അൽ മെഹ്റജാനുൽ ഫന്നി, കലോത്സവം, ഈ പാലക്കാട്. എങ്ങനെ പറയാം? അൽ മെഹ്റജാനുൽ ഫന്നി, സ്കൂൾ കലോത്സവം, ലി മദാരിസ് കേരള, കേരളത്തിലെ സ്കൂളുകളുടെ, മിൻ അറാബി ഇല അസാമിൻ യനായർ ഫി പാലക്കാട്. എങ്ങനെയാണ് ഓർഡറിൽ അഖ്ബാർ ആജിൽ വരിക. ഓക്കെ, ഇതുപോലെ വേറെ അഖ്ബാർ ആജിലുകൾ നിങ്ങൾ തയ്യാറാക്കി. അത് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.